നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ആഗ്നേ ജേണിയെക്കുറിച്ചാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ജേണിയിൽ എനിക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുന്ന 3 പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു പ്രൊഡക്ട്സിനെ കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്, എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ എൻ്റെ ഫോണിൻ്റെ നോർമൽ ക്യാമറയിൽ ഫിൽറ്റേഴ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതെ എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കാണുന്ന എൻ്റെ ഈ ഒരു ഫേസിൻ്റെ അവസ്ഥയായിരുന്നില്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. ഫേസിൻ്റെ ഈ നെറ്റിയിലും കവിളിലും ഈ ഭാഗങ്ങളിലെല്ലാം നിറയെ പിമ്പിൾസ് വന്നിട്ട് അതിന് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ഫേസിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പോൾ കാണുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്, അതൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഏകദേശം 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ മുഖത്ത് ആദ്യമായിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങുന്നത്. അതുവരെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഫേസ് ആയിരുന്നു. കോവിഡ് കാലത്ത് മാസ്കിൻ്റെ ഉപയോഗം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നല്ലോ. ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഡ്യൂട്ടി സമയത്ത് മൾട്ടി ലെയർ N95 മാസ്ക് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ തുടർച്ചയായി മാസ്ക് ഉപയോഗിച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പം എൻ്റെ മുഖത്ത് കവിളിൽ തന്നെ ചില ഭാഗം അവിടെ ഇവിടെയായിട്ട് ചെറിയ ചെറിയ പിമ്പിൾസ് വരാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ വലിപ്പം കൂടാൻ തുടങ്ങി. അത് ഈ കവിളിൽ തന്നെ നിറയെ സ്പ്രെഡായി. അപ്പം പിമ്പിൾസ് കൂടുതലും ഇങ്ങനെ പസ് നിറഞ്ഞിട്ടുള്ളതും നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള പിമ്പിൾസൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് വീണ്ടും അത് ഫേസിൻ്റെ പല ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഞാൻ ഉപയോഗിച്ച മാസ്കിൻ്റെ ഏതെങ്കിലും മെറ്റീരിയലിനോട് എനിക്കുള്ള അലർജിയോ അല്ലെങ്കിൽ ഇങ്ങനെ മണിക്കൂറുകളോളം ഈ മാസ്ക് ഉപയോഗിച്ച് വേർപ്പ് തങ്ങി നിന്നിട്ട് അതുകൊണ്ടുള്ള എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിരിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്കിപ്പോഴും കൃത്യമായിട്ടുള്ള റീസൺ അറിയില്ല. പക്ഷേ ഈ പിമ്പിൾസ് ഇങ്ങനെ പസ് നിറഞ്ഞ് അത് ഇതിൻ്റെ വലിപ്പം കൂടി ഈ സിസ്റ്റിക് ആക്നെ ടൈപ്പ് അതുപോലത്തെ ആക്നേസ് ആയിട്ട് മാറി. ആക്നേസ് ഇങ്ങനെ വരും പോകും, ആക്നെ മാർക്ക് അവിടെ അവശേഷിക്കും, പുതിയത് വീണ്ടും വരും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഫേസ് വല്ലാത്തൊരു കോലത്തിലായി. പക്ഷേ ഞാൻ തുടക്കത്തിലൊന്നും ഇത് അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. എൻ്റെയും ചിന്ത എന്തായിരുന്നു എന്ന് വെച്ചാൽ ആക്നേസ് അല്ലേ, ഇത് സാധാരണ എല്ലാവർക്കും വരുന്നതാണല്ലോ, വരും, ഇത് തനിയെ മാറിക്കോളും, ഓക്കെ ആകും എന്നൊരു രീതിക്ക് എടുത്തു. പക്ഷേ ക്ലിയർ ആയിരുന്ന ഫേസിൽ പെട്ടെന്ന് ഇതുപോലെ ചേഞ്ചസ് വരുമ്പം എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മളെ ആരെങ്കിലും ആദ്യം കാണുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലേക്കായിരിക്കുമല്ലോ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആയപ്പം ഞാനത് കുറച്ച് സീരിയസ് ആയിട്ട് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും തന്നെ മാറും എന്ന് വിചാരിച്ച് വിട്ടിട്ട് കാര്യമില്ല, എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഡോക്ടറെ കണ്ടു. എനിക്ക് ആദ്യം ഒരു ഫേസ് വാഷും പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമൊക്കെയാണ് തന്നത്. അപ്പം ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ വലിയ വ്യത്യാസമൊന്നുമില്ല. വീണ്ടും ഡോക്ടറെ കണ്ടു. പിന്നെ ഇതുപോലെ തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള ക്രീമും പിന്നെ ഈ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നു. ഞാനപ്പോൾ അതും കുറേ നാൾ നോക്കി. അങ്ങനെ ആ ഒരു തൽക്കാലം ഒരു ആശ്വാസം കിട്ടും എന്നല്ലാതെ ഇതെനിക്ക് കുറയുന്നുമില്ല, മാറുന്നുമില്ല, അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണ്. പിന്നെ കുറച്ച് നാളൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും എടുത്തില്ല, അങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഇത് മാറുന്നില്ല എന്ന് കണ്ട് വീണ്ടും ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് വീണ്ടും എന്തൊക്കെയോ മെഡിസിൻസ് ഒക്കെ തന്നു, അതും എടുത്തു. പക്ഷേ മെഡിസിൻ എടുക്കുമ്പോൾ മാത്രം കുറയും, ആ മെഡിസിൻ്റെ കോഴ്സ് കഴിയുമ്പം വീണ്ടും പഴയ പോലെ തന്നെ വരുന്നു. എനിക്ക് കുറേ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായി. എൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു. പക്ഷെ ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ സാധാരണ പറയുന്ന പോലെ സ്ട്രെസ്സ് കുറയ്ക്കണം, നന്നായി വെള്ളം കുടിക്കണം, അതുപോലെ ഇപ്പം ഓയിലി ഫുഡൊന്നും അധികം കഴിക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും
ഈ കാര്യങ്ങളിൽ, അതായത് മുഖത്ത് ഈ ആക്നേസ് ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ ആക്നെ മാർക്സ് മാറുന്നോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ മെഡിസിൻസ് ഒക്കെ എടുത്ത് സാരമില്ല, എന്താ ഇനി മാറുമ്പോൾ മാറട്ടെ എന്നുള്ള ഒരു, അതായത് എൻ്റെ മൈൻഡ് സെറ്റ്, ഇനിയിപ്പം ആക്നേസ് അല്ലേ സാരമില്ല, അതിൻ്റെ പേരിൽ നമുക്കിപ്പം വന്നു എന്നും പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. പിന്നെ ഞാൻ കുറേ നാൾ ഇതിനെ മൈൻഡ് ചെയ്യാതെയായി. പക്ഷേ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഞാൻ ഇത് കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് എത്തി. മെഡിസിൻസ് ഒക്കെ നിർത്തി ഇനി ഇതിനു വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല എന്നൊരു ചിന്തയിൽ എത്തിയെങ്കിലും ചില സമയങ്ങളിലൊക്കെ എൻ്റെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു ഇത്. ക്രമേണ ഞാനതിനെ ഓവർകം ചെയ്തു. ഇനി എന്നെ ഒരു വിധത്തിലും ഇത് ബാധിക്കില്ല എന്നൊരു നിലയിലെത്തി. എനിക്ക് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ സാധിച്ചെങ്കിലും എൻ്റെ ചുറ്റുമുള്ള ഒത്തിരി പേര് ആക്നേസ് കാരണം വിഷമിക്കുന്നവരെ എനിക്കറിയാം. എവിടെയും പോകാൻ പറ്റുന്നില്ല, ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, ആരുടെയും ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല വിധത്തിൽ സങ്കടങ്ങൾ ഷെയർ ചെയ്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്നവരെല്ലാം മാക്സിമം അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പം കുറച്ചധികം ടൈം എടുക്കും, എങ്കിലും സാരമില്ല. അതിൻ്റെ പേരിൽ മാക്സിമം വിഷമിച്ചിരിക്കാതെ കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. പിന്നെ ഇതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പം കേൾക്കുമ്പോൾ അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ ഏതൊരു കാര്യവും വലുതും ചെറുതുമാകുന്നത്, അതായത് ആ ഒരു വ്യത്യാസം വരുന്നത് നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴും വേറൊരു ആളുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴുമാണ്. മറ്റൊരാളുടെ ലൈഫിൽ സംഭവിക്കുമ്പം അതൊരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ സെയിം കാര്യം തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോൾ അതൊരു വലിയ കാര്യമായിരിക്കാം. ഇപ്പം ആക്നേസിൻ്റെ കാര്യമാണെങ്കിലും വേറെ എന്ത് കാര്യം തന്നെയാണെങ്കിലും ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഞാനും നിങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക, അത് ആവർത്തിക്കുക എന്നുള്ളത്. വളരെ ജെനുവിനായിട്ട് നമ്മുടെ അടുത്ത് ഇപ്പം കാര്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്, അതിന് സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നവരുണ്ട്. ഇപ്പം ആക്നേസിൻ്റെ കാര്യം തന്നെയാണെങ്കിലും വളരെ ജെനുവിനായിട്ട് നമ്മളോട് ഇതിപ്പോൾ എന്താണ്, ഇതിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ സജഷൻസ് തരുന്നവരൊക്കെ ഒത്തിരി ഉണ്ട്. അവരെ നമ്മൾ വാല്യൂ ചെയ്യുക. പിന്നെ ഇങ്ങനെ ഇന്ന് ചോദിച്ച ചോദ്യം തന്നെ നാളെയും മറ്റന്നാളും ഒക്കെ ആവർത്തിച്ച് ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവർ മാക്സിമം ഇതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുക. അത് ഓരോരുത്തരെയും വേദനിപ്പിക്കുന്നത് പല രീതിക്കായിരിക്കും, വലിയ കാര്യമായാലും ചെറിയ കാര്യമായാലും. ഇപ്പോൾ ഒരു ആക്നയുടെ കാര്യത്തിൽ ഇത്രയും വലിയ കഥ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ കഥ പറയാനില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്. എന്തായാലും ഞാൻ ഈ മെഡിസിൻസ് എടുത്തു കഴിഞ്ഞ് ഇതിന് ശേഷം പല നമ്മുടെ ഈ നാടൻ ഈ മരുന്നുകൾ അങ്ങനെയൊക്കെ പറയുമല്ലോ, ഞാൻ അങ്ങനെ പലതും പരീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തിയിരുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ഈ നയാസിനമൈഡ് സെറത്തെക്കുറിച്ച് കാണുന്നത്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ നോക്കി. ഞാൻ അതുവരെ ഒരു സെറംസോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത്രയും ട്രൈ ചെയ്തു, ഇനിയിപ്പം ഇതും കൂടി പരീക്ഷിക്കാം എന്നൊരു രീതിക്ക് ഞാൻ വാങ്ങിയതാണിത്. ഇത് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഡെർമാക്കോൻ്റെ 10% നിയാസിനമൈഡ് ഫേസറാണ്. ഇത് പക്ഷേ എൻ്റെ മൂന്നോ നാലാമത്തെ ബോട്ടിലാണ്. ഞാൻ ആദ്യം വാങ്ങിയത് 5% സെറായിരുന്നു. നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ 5%ലൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 രൂപയാണ്. ഞാനിത് പർപ്പിളിൽ വാങ്ങുന്ന സമയത്ത് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 30 ml ഒരു ബോട്ടിലാണ്. അപ്പോൾ ഞാനത് ഫേസ് നന്നായി ക്ലെൻസ് ചെയ്തിട്ട് രാവിലെയും വൈകിട്ടും ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. ആദ്യം ഞാനത് വാങ്ങി
ഉപയോഗിച്ച് എനിക്ക് പിന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. എങ്കിലും എനിക്ക് ഉപയോഗിച്ചതിന് ശേഷം പതിയെ പതിയെ എൻ്റെ ഫേസിലെ ആ ഡാർക്ക് സ്പോട്ടും പിമ്പിൾസൊക്കെ കുറയാൻ തുടങ്ങി. അങ്ങനെ എനിക്കൊരു റിസൾട്ട് കിട്ടുന്ന പോലെ തോന്നി തുടങ്ങി. ഞാനിത് ആരും ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുക അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി, അപ്പോൾ അങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ ഞാനിത് ഷെയർ ചെയ്തതേ ഉള്ളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയ വേറൊരു പ്രൊഡക്റ്റാണിത്. സെറ്റാഫിൽ ജെൻറ്റിൽ സ്കിൻ ക്ലെൻസറാണിത്. ഞാനിത് ഡെയിലി 2 തവണ യൂസ് ചെയ്യാറുണ്ട്. രാവിലെയും വൈകിട്ടും എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതൊരു 125 ml ബോട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 429 ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിത് നൈക്കയെന്നാണോ പർപ്പിളിന്നാണോ വാങ്ങിയതെന്ന് ഓർക്കുന്നില്ല. പക്ഷേ എനിക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓഫർ പ്രൈസിൽ ഈ പ്രൈസിനേക്കാളും കുറവായിരുന്നു. പിന്നെ ഇതൊരു വൈറ്റ് കളറാണ്, മിൽക്കി കൺസിസ്റ്റൻസിയാണ്. പ്രത്യേകിച്ച് സ്മെല്ലോ അല്ലെങ്കിൽ പതയോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ നമ്മുടെ ഫേസിനെ ഞാൻ ബാക്കി ഫേസ് വാഷുകൾ ഉപയോഗിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇത് സ്കിന്ന് കുറച്ചും കൂടി മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബാക്കി ഞാൻ ഉപയോഗിച്ച ഫേസ് വാഷൊക്കെ എൻ്റെ സ്കിന്നിനെ പെട്ടെന്ന് ഡ്രൈ ആക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയില്ല. നമുക്ക് ആ ഒരു ഡ്രൈനെസ്സിനെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഞാനതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ്. അടുത്തതായി എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ഇത്. അസിഡേം എന്ന് പറഞ്ഞൊരു ക്രീമാണ്. അസേലിക് ആസിഡ് ക്രീം 10% ആണിത് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല. എനിക്ക് ഈ ഒരു ക്രീം കുറേ നാളുകൾക്ക് മുമ്പ് അന്ന് ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്ത ലിസ്റ്റിലുണ്ടായിരുന്നതാണ്. പക്ഷെ ഞാൻ അന്ന് യൂസ് ചെയ്തപ്പോൾ ഒന്നും എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞ് ഇപ്പോൾ ഈ സെറ്റാഫിലിൻ്റെ ക്ലെൻസറും നയാസിനമൈഡ് സെറും ഒക്കെ യൂസ് ചെയ്ത് പതിയെ എനിക്കൊരു വ്യത്യാസം തോന്നി. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഒരു ക്രീമിനെ കുറിച്ച് കുറേ റിവ്യൂസ് പലയിടത്തും കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അന്ന് ഡെർമറ്റോളജിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്തതായിരുന്നല്ലോ, ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വീണ്ടും ഇത് ട്രൈ ചെയ്തതാണ്. അപ്പോൾ പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുമ്പം പെട്ടെന്ന് ആ ഒരു ബ്രേക്ക് ഔട്ട്സ് നല്ല രീതിക്ക് കൂടും. നന്നായി കൂടിയതിന് ശേഷം പിന്നെ ആണത് കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ എനിക്കത് ബ്രേക്ക് ഔട്ട്സ് വീണ്ടും വല്ലാതെ കൂടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ഫേസിലെ ആ ഒരു ഡാർക്ക് സ്പോട്ടും പിന്നെ ആക്നേസും ഒക്കെ പതിയെ കുറയാൻ തുടങ്ങി. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമോ? ബാക്കി 2 പ്രൊഡക്റ്റും പോലെ അല്ല ഇത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം തീർച്ചയായും ഇത് ഡോക്ടറെ കണ്ട് ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പും പാച്ച് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഇപ്പം ഒരു പ്രൊഡക്റ്റ് തന്നെ എല്ലാ സ്കിൻ ടൈപ്പിനും സെറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. എൻ്റെ സ്കിൻ ടൈപ്പ് വരുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ്. പിന്നെ ഞാൻ ഈ പ്രൊഡക്ട്സ് അല്ലാതെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ കുറച്ച് ചേഞ്ചസ്. ഒന്ന്, എനിക്ക് വെള്ളം കുടിക്കാൻ കുറച്ച് മടിയായിരുന്നു. മടിയെന്നല്ല, ഞാൻ വെള്ളം കുടിക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ സ്ലീപ്പിംഗ് പാറ്റേൺസ് കുറച്ച് മോശമായിരുന്നു. ഞാനൊരു അതിനുശേഷം ഒരു 6 മണിക്കൂറെങ്കിലും ഉറപ്പായിട്ടും ഉറങ്ങുന്നുണ്ട്, ഉറക്കം ഉറപ്പ് വരുത്താൻ ശ്രമിച്ചു. പിന്നെ നമ്മുടെ ഇത് പില്ലോ കവർ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുക. പിന്നെ സ്ട്രെസ് ലെവൽ, ചില സമയത്ത് സ്ട്രെസ്സ് കുറച്ച് ഹൈ ആയി വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ലെവൽ കൂടുമ്പം പല ഹോർമോണൽ ചേഞ്ചസും ഒക്കെ അത് റിലേറ്റഡ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതൊക്കെ തന്നെയാണ് ലൈഫ് സ്റ്റൈലിൽ വരുത്തിയ ചേഞ്ചസ്. അപ്പോൾ എന്തായാലും എൻ്റെ ആക്നെ ജേർണിയിൽ ഞാൻ ഇപ്പോഴും എൻ്റെ ഫേസ് നല്ല രീതിയിൽ ക്ലിയർ ആയെന്നോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡാർക്ക് സ്പോട്ട് മാറി അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്നേസ് മാറി അങ്ങനെ ഒന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ എൻ്റെ വളരെ മോശമായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഫേസിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ 3
3 പ്രൊഡക്ട്സും ആണ്. നല്ല രീതിക്ക് എന്നെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ എൻ്റെ ഫേസ് കാണിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ലോങ് വീഡിയോ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കണം. എൻ്റെ ഈ ഒരു ആക്നെ ജേർണി പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം എൻ്റെ ഒരു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒത്തിരി നന്ദി.